എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ലോൺ എടുത്ത തുക വൻ ലാഭം സഹിതം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ടത് എന്തെല്ലാമെന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ലോൺ എടുക്കുന്നത് ഒരു മോശം ഏർപ്പാടാണെന്നാണ് ചിന്തിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. ഒരു ലോൺ എടുത്താൽ അത് എത്രയും വേഗം അടച്ചു തീർത്ത ശേഷം സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് സ്വതന്ത്രമാകണമെന്നാണ് പൊതുവെ ഉള്ളവരുടെ ചിന്താഗതി. അതേസമയം നമ്മുടെ നാട്ടിലെ സമ്പന്നരും അതിസമ്പന്നരും പോലും വായ്പ എടുക്കാറുണ്ട്. വീട് നിർമ്മിക്കുവാനും പുതിയ വാഹനം വാങ്ങുവാനും ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സ് വാങ്ങുവാനുമെല്ലാം ലോൺ എടുക്കുന്ന നിരവധി പേരുണ്ട്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്മാർട്ട്നെസ്സിൻ്റെ ഭാഗമാണ്. അല്പം സ്മാർട്ട്നെസ് പ്രയോഗിച്ചാൽ ലോണുകൾ ഉപയോഗിച്ച് സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ലോണും EMIയും ഒക്കെ വേഗത്തിൽ അടച്ചു തീർക്കാതെ ലോൺ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന രീതിയാണ് ഇന്ന് പലരും പ്രയോഗിക്കുന്നത്. എന്നാൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ലോൺ എടുത്ത് നടപ്പിലാക്കുന്നവരെക്കാൾ കൂടുതലായും കൈവശം പണമുള്ള ധനികരായ ആളുകളാണ് ഈ രീതി സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരാൾക്ക് 5 കോടി രൂപയുടെ ഒരു വീട് നിർമ്മിക്കുവാൻ പദ്ധതിയുണ്ട്. ഇതിന് 2 രീതികൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്ന്, കൈവശമുള്ള പണം ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ഒരു ബാങ്കിൽ നിന്ന് ഹോം ലോൺ സംഘടിപ്പിക്കുക എന്നതാണ്. ലോൺ എടുത്താണ് വീട് നിർമ്മിക്കുന്നതെങ്കിൽ കൈവശമുള്ള പണം ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിക്ഷേപിക്കുക എന്നതാണ്. 12% മുതൽ 15% വരെ റിട്ടേൺ കിട്ടുന്ന സ്കീമുകൾ ഇന്ന് ലഭ്യമാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹോം ലോൺ ഇനത്തിൽ 20 വർഷം കൊണ്ട് ചെലവ് വരുന്നത് 10.50 കോടി രൂപയാണ്. എന്നാൽ ഈ സമയം കൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച പണത്തിൻ്റെ മൂല്യം 81 കോടി രൂപയായി മാറിയിട്ടുണ്ടാകും. അതായത് ലോൺ എടുത്ത തുക കഴിഞ്ഞിട്ടുള്ള ലാഭം 71 കോടി രൂപയാണ്. അതായത് വീട് വാങ്ങാൻ ലോൺ എടുത്ത തുകയ്ക്ക് പുറമെയാണ് ഈ പറഞ്ഞ 71 കോടി രൂപയുടെ സമ്പാദ്യം ഉണ്ടായിരിക്കുന്നത്. വീട് നിർമ്മിക്കാൻ എടുക്കുന്ന വായ്പകളിൽ മാത്രമല്ല, വാഹനങ്ങളും മറ്റ് സാധനങ്ങളും സ്വന്തമാക്കാൻ എടുക്കുന്ന വായ്പകളിലും ഈ രീതി സ്വീകരിക്കാമെന്നാണ് സാമ്പത്തിക മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.